ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ശീമച്ചക്ക ഉപയോഗിച്ചൊരു വറുത്തരച്ച കറിയാണ്. അപ്പോൾ ശീമച്ചക്കയുടെ തൊലിയെത്തി വെള്ളത്തിലിട്ടിരിക്കുകയാണ്. അത് വെള്ളത്തിലിട്ട അതിൻ്റെ പശയൊക്കെ അങ്ങ് അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ ഒരു പശയുണ്ട്. പിന്നെ ഇതിനൊരു കളർ ചേഞ്ച് വരും വെളിയിലിരുന്നാൽ. പിന്നെ കുറച്ച് ഉള്ളി, ഇറച്ചി മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി. ആദ്യം ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഈ പ്രഷർ കുക്കറിലിട്ടിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ അതിൻ്റെ അകത്ത് ഇട്ട് ആവശ്യത്തിന് വെള്ളം വെച്ച് 2 വിസിൽ കേൾക്കും വരെ വേവിക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലിട്ട് ഇത് മൂടി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കും. ഒരു 2 വിസിൽ കേൾക്കും വരെ വേവിക്കുക. 2 വിസിൽ കേട്ട് ഇനി നമുക്ക് അതങ്ങ് നിർത്താം. അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് പുഴുങ്ങാനായിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അത് പുഴുങ്ങിക്കഴിഞ്ഞു. 2 വിസിൽ കേട്ട് കഴിഞ്ഞ് അത് ഓഫ് ചെയ്തിരിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് തേങ്ങ, ഉള്ളി, വേപ്പല, പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കുറച്ച് ഉപ്പ് നമ്മൾ ഇവിടെ ഇടുന്നു. ഈ ഉപ്പ് ഏറ്റവും അവസാനം നമ്മളിത് ചാറ് കറി ആയതുകൊണ്ട് എൻഡിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ തേങ്ങ നമ്മൾ നല്ലപോലെ വറുക്കണം. എന്ന് പറഞ്ഞാൽ കഴിവതും സിമ്മിലിട്ട് ഒരു നല്ല ബ്രൗൺ കളറാകും വരെ. ഹൈ ഫ്ലെയിമിൽ യാതൊരു കാരണവശാലും ഇടരുത്. സിമ്മിലിടുക, അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. ബ്രൗൺ കളറാകും വരെ ഇത് വറുക്കുക. എന്നിട്ട് അതിലേക്ക് ഇതെല്ലാം ഇടാം. അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് ഇതിലുള്ള ഇൻഗ്രീഡിയൻറ്റ് ഉള്ളി, തേങ്ങ, പീര, വേപ്പല നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. സിമ്മിലിടണം. ഇതിൻ്റെ ഏറ്റവും ടൈം എടുക്കുന്ന പരിപാടി ഇതാ. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് കരിഞ്ഞു. ചെറിയ രീതിയിൽ കളർ ചേഞ്ചൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ഇത് പുഴുങ്ങി കിട്ടി ആറ്റിയെടുത്ത് നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ 400 ഗ്രാം ചക്കയാണ് എടുത്തിരിക്കുന്നത്. അത് കഷ്ണം 400 ഗ്രാം. ഇപ്പം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തിട്ട് ഈ പൊടി ഇടുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ അങ്ങ് പോകണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇത് ആറാനായിട്ട് ഒരു പരന്ന പാത്രത്തിലോട്ട് ഇത് വറുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു പരന്ന പാത്രത്തിൽ അത് നാറാനായിട്ട് വരും. അപ്പോൾ നമ്മുടെ ആ വറുത്ത തേങ്ങ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ്, ഒരു കടായി അടുപ്പത്ത് വെക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുക. കടായി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ്. ഇനി അതിലോട്ട് ഇടാനുള്ള സംഗതികൾ കടുക്, വെളുത്തുള്ളി, പച്ചമുളക്, സവാള. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞ് കടുക് പൊട്ടിക്കഴിഞ്ഞ് വേപ്പല കഴിഞ്ഞ് പച്ചമുളക്, വെളുത്തുള്ളി. ഈ സമയത്ത് നമ്മൾ സിമ്മിലിടുന്നതാണ്. ഇനി നമ്മൾ സവാള കൂടി ഇടുക. ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇടുക. നമ്മളിപ്പോൾ 1/4 ടീസ്പൂൺ വെച്ച് 2 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കൂടി ഇടുക. അപ്പോൾ ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ചക്ക വേവിച്ച് വെച്ചിരിക്കണ ഇതിലോട്ട് ഇടുക. ഹൈ ഫ്ലെയിമിലിടുക. ഇനി ആ അരപ്പതിലോട്ടിടുക. കുറച്ച് വെള്ളം, ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചത് കൂടെ ഒന്ന് കലക്കി അതിൻ്റെ അകത്ത് ഇതിലോട്ട് ഒഴിക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മൾ ഈ ചാറിന് നീട്ടം കൂടുതൽ വേണമെങ്കിൽ ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിക്കുക. അതനുസരിച്ച് ഉപ്പ് ഇടുക. ഉപ്പൊക്കെ നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് കുറുകിയിട്ട് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് പോരാ, കുറച്ചുകൂടെ ഉപ്പിടുക. ഉപ്പ് കറക്റ്റ്. അപ്പോൾ നമ്മുടെ ശീമച്ചക്ക വറുത്തരച്ച കറി റെഡിയായി. ഈ റെസിപ്പി അനുസരിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.